അപ്പോൾ ഗൈസ് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുകയാണ്. കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു ടീ സ്റ്റോളുണ്ട്. അവിടെ ഇനി ചായ, പൂരി, പിന്നെ സമോസയൊക്കെ കഴിച്ചു. ഇനി നേരെ മധുരയ്ക്ക്. ഇനി മധുരയിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ബൈ. അപ്പം ഗൈസ് നമ്മൾ നേരെ മധുരയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മധുരയിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ടെമ്പിൾ ആകുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള സ്ഥലമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഭയങ്കര എക്സൈറ്റ്മെന്റോട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് പനിയൊക്കെ ആയി. അപ്പം അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. നല്ല കോൾഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ മധുരയിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം അതിന് മുന്നേ പോയത് നായ്ക്കർ മഹൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. ഒരു പാലസ് ആണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ മധുര നഗരത്തിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഓട്ടോ ഒക്കെ കയറിയിട്ട് ഓട്ടോ വഴിയാണ് പാലസിലോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് എന്താണ് ഒരു സ്റ്റേ പോലെ, നമുക്ക് എവിടെയെങ്കിലും നിന്നാൽ മാത്രമേ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓട്ടോയിലൊക്കെ കയറി നമ്മൾ ആ മധുരയുടെ രണ്ട് ഫോർട്ട് പോലെയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് നടയാണ് നമ്മുടെ ഈ പത്മനാഭപുരം പാലസ് ഒക്കെ പോലെ രണ്ട് ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്ത് നമ്മൾ രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ 7 പേരും കയറി. എന്നിട്ട് നമ്മൾ നേരെ എത്തി കേട്ടോ, മധുര എത്തി. അപ്പൊ മധുര എത്തിയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കർപ്പൂരത്തിന്റെയും ഫ്ലവേഴ്സിന്റെയും മുല്ലപ്പൂന്റെയും ഒക്കെ സ്മെല്ലും കുറെ സിന്ദൂരത്തിന്റെ കടകളും അങ്ങനെയൊക്കെ കുറെ സാരീസിന്റെ കടകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ഷോപ്സ് ആണ് അവിടെ ഫുള്ള്. നല്ല ഭംഗി, ഭയങ്കര എന്താ ഒരു ഡിവൈൻ പ്രസൻസ് ആണ് അവിടെ ചെല്ലുമ്പം തന്നെ. നല്ല രസമാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം കളർ സിന്ദൂരങ്ങളാണ് കേട്ടോ. കളർ ഉള്ള സിന്ദൂരങ്ങൾ, പിന്നെ അല്ലാത്ത ഓരോ പൂജ എസെൻഷ്യൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ആയിരിക്കുന്നത്. അതുപോലെ കരിക്ക്, പിന്നെ കൂടുതലും സാരീസ് ഒക്കെ കണ്ടു കേട്ടോ. ഈ നട വഴിയാണ് നമ്മൾ പോകുന്നത്. രണ്ട് വഴിക്കൂടെ നമുക്ക് മീനാക്ഷി അമ്മയെ കാണാൻ വേണ്ടി പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടൽ തപ്പി ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആനന്ദ ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, അടയാട് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെന്ന് കയറി. നമ്മൾ തിരക്കി പിടിച്ച് നമ്മൾ അവിടെ കൊണ്ടുപോയതാണ് കേട്ടോ. അവിടുത്തെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ അവിടെ പോയതാണ്, അടയാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് സൗത്ത് ഇന്ത്യൻ മീൽസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. സൗത്ത് ഇന്ത്യൻ ഫുഡിനകത്ത് സാമ്പാർ, പിന്നെ അവരുടെ പരിപ്പ് ഡാല്, കേസരി, കോട്, പരിപ്പ്, അവിയൽ, ഒരു സ്റ്റൂ, അച്ചാറ്, രസം. പിന്നെ ചേച്ചി ആണെങ്കിൽ ഇത് തൈര് സാദം പറഞ്ഞിട്ടുണ്ട്, ഡിഫ്ന ചേച്ചി. പിന്നെ ഓരോരുത്തരും ഓരോ ഡിഷസ് ആണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യൻ താലി പറഞ്ഞു, പിന്നെ തൈര് സാദം പറഞ്ഞു. അതുപോലെ തന്നെ നെഞ്ചേനാണെങ്കിൽ പറഞ്ഞത് ഇതാണ്, പിന്നെ മഷ്റൂം ബിരിയാണി ആയിരുന്നു. അപ്പൊ ഞാൻ ഇത് ചോറ് കഴിക്കാണ്, സൗത്ത് ഇന്ത്യൻ താലി. ഫസ്റ്റ് എനിക്ക് സാമ്പാറാണ് ഇഷ്ടപ്പെട്ട, സാമ്പാർ എടുക്കാം. കുഴപ്പമില്ല. അപ്പൊ അവരൊക്കെ ഓരോ ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഞ്ചേട്ടനാണെങ്കിൽ മഷ്റൂം ഫ്രൈഡ് റൈസ് ആ പറഞ്ഞത്, ഹരിച്ചേട്ടൻ മഷ്റൂം ബിരിയാണിയാണ് പറഞ്ഞത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ താലിയെക്കാട്ടി ടേസ്റ്റ് അതായിരുന്നു. അപ്പൊ നമ്മൾ വെജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അമ്പലത്തിൽ കയറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വെജ് മീൽസ് പറഞ്ഞത്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, മഷ്റൂം ഫ്രൈഡ് റൈസ്. അപ്പൊ അത് ഞാനാണ് മെയിനായിട്ട് കഴിച്ചത്, കാരണം എനിക്ക് താലി അത്ര ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഷ്റൂം ഫ്രൈഡ് റൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഒരു റെസ്റ്റ് ചെയ്യാനും അതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും നമ്മൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് വന്നത് നായ്ക്കർ മഹാലോട്ടാണ് കേട്ടോ. നായ്ക്കർ പാലസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നായ്ക്കർ പാലസ് എന്ന് പറഞ്ഞാൽ കുറേ വർഷം പഴക്കമുള്ള പാലസ് ആണ്. 17-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ച ഒരു പാലസ് ആണ് കേട്ടോ ഈ കാണുന്ന നായ്ക്കർ പാലസ്. അപ്പം ഇത് മധുര നഗരത്തിൽ തന്നെ 1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന ഒരു നായക വംശത്തിലെ രാജാവാണ് തിരുമല നായ്ക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരന്റെ കൊട്ടാരമാണ് ഈ കാണുന്നത് കേട്ടോ. തിരുമല നായക് കൊട്ടാരം അല്ലെങ്കിൽ മഹൽ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പൊ രാജാവ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഈ കൊട്ടാരത്തിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിറ്റിയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിക് ഫ്യൂഷൻ ഓഫ് എന്താണ് നമ്മുടെ ദ്രാവിഡൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ രജ്പുത് സ്റ്റൈലൊക്കെ നിർമ്മിച്ച ഒരു അടിപൊളി പാലസ് ആണ്. പക്ഷെ നമുക്ക് പാലസ് ഫുൾ ആയിട്ട് കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പണി നടക്കുകയാണ്. അപ്പൊ അവിടെ ഓൾറെഡി ഒരു പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പണി നടക്കുകയാണ്. അപ്പൊ കുറച്ച് എൻട്രി ഒക്കെ കുറവായിരുന്നു. അപ്പൊ മുന്നിൽ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നായ്ക്കർ മഹാൽ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. ഇത് ആർക്കിടെക്റ്റ് ഒക്കെ അടിപൊളിയാണ്. ഒരു ദ്രാവിഡൻ പ്ലസ് ഒരു രജ്പുത് സ്റ്റൈലാണ് അതൊക്കെ ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതായത് അടിപൊളി വർക്കും നല്ല അടിപൊളി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ കോവാലൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഇത് മരിച്ച വ്യക്തികളെ ഇതിനകത്ത് ഒട്ടിച്ചിരുത്തിയിട്ട് ഇതിനകത്ത് കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലെടുത്ത് ഇതാണ്. അതാണ് അതിൻ്റെ ഹിസ്റ്ററി. ഇത് 2000 years മുന്നേ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതും അതേ സെയിം സാധനങ്ങളാണ്. ഇതിൻ്റെ പേര് പറവയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പം തന്നെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇതേ ഒരു അങ്കിളിരുന്ന് ചെയ്യുന്നുണ്ടോ വർക്കൊക്കെ. അപ്പൊ അതിന്റെ എന്തൊക്കെയോ ഫിനിഷിംഗ് ടച്ചോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ് കംപ്ലൈന്റ് പറ്റിയിടത്തൊക്കെ. പിന്നെ അതുപോലെ മുകളിലും നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കയറി കാണാനോ ഒന്നും പറ്റിയില്ല. ഇത്രയും പോർഷൻസ് നമുക്ക് കാണാൻ പറ്റി. ഇതാ കാണുന്ന പോർഷനാണ് കൊട്ടാരം നർത്തകിമാർ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ നേരെയാണ് രാജാവ് ഇരിക്കുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് മധുര എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മധുരയിലെ വിശേഷങ്ങളാണ് അടുത്തത്. അപ്പം മധുരയിൽ ചെന്നപ്പം തന്നെ അടിപൊളി ഒരു ഡിവൈൻ പ്രസൻസ് ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ എത്തിയേ. അപ്പം അവിടുത്തെ അറിയാലോ മീനാക്ഷി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പരാശക്തിയായിട്ടുള്ള ശ്രീ പാർവതി മീനാക്ഷിയായിട്ടും അതുപോലെ പരമേശ്വരൻ നമ്മുടെ സുന്ദരേശനായിട്ടും വാഴുന്ന ആരാധിച്ചു പോകുന്ന സ്ഥലമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്ന മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് കേട്ടോ ഇപ്പം എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ണകിയായിട്ടും ശിലപ്പതികാരത്തിലെ കണ്ണകിയായിട്ടും ഇതുമായിട്ട് നല്ല ബന്ധങ്ങളും കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഫോട്ടോസും ഒക്കെ ഇതിലത്ത് പിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.